അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ iOS 18.4ന്റെ ഫസ്റ്റ് ബീറ്റ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ കുറേയധികം മാറ്റങ്ങളാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആപ്പിൾ ഇൻ്റലിജൻസിന് വേണ്ടി മാത്രമല്ല ഈ ഒരു അപ്ഡേഷൻ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ കുറേയധികം പുതിയ അപ്ഡേറ്റുകളും കൊണ്ടുവന്നുണ്ട്. വാച്ചേഴ്സ് 11.4 ബീറ്റ 1 കൊണ്ടുവന്നുണ്ട്, iPadOS 18.4 ബീറ്റ 1 കൊണ്ടുവന്നുണ്ട്, macOS, tvOS, HomePodOS, visionOS എന്നിങ്ങനെ കുറേയധികം പുതിയ ബീറ്റ അപ്ഡേറ്റ്സും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് എനിക്ക് വന്നിരിക്കുന്നത് 6.64 GB എൻ്റെ iPhone 11 വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഒരു 8 GB ഉള്ളിലായിരിക്കും ഈ ഒരു അപ്ഡേഷൻ വരുന്നത്. ഒരു ഹ്യൂജ് സൈസിൽ തന്നെയാണ് ഈ ഒരു അപ്ഡേഷൻ എല്ലാ ഡിവൈസിലും വന്നിരിക്കുന്നത്. സോ ഇതേപോലുള്ള പുതിയ ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളും അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. തുടക്കം തന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോവാം. ഇവിടെ സെറ്റിങ്സിൽ ജനറൽ ഓപ്ഷൻ എടുക്കാം. എബൌട്ട് സെക്ഷനിൽ ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS 18.4 22E5200S എന്ന കുറേയധികം അപ്ഡേഷൻ മിക്കവാറും ഈ ഒരു ബീറ്റ സൈക്കിളിൽ നമുക്ക് കാണാനുള്ള ചാൻസ് ഉണ്ട്. iOS 18.4 ഒരു വലിയ അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ ആപ്പിൾ കുറേയധികം ബീറ്റാസ് എടുത്ത് അതിൽ കുറേയധികം ഇറേഴ്സ് ഉണ്ടെങ്കിൽ അത് എല്ലാം റിസോൾവ് ചെയ്തായിരിക്കും അപ്ഡേഷൻ പുറത്തുവിടാനുള്ള ചാൻസ്. ആൻഡ് ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് പുതിയ ഒരു മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷൻ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും കളക്റ്റീവായ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് കുറയാനുള്ള ചാൻസ് ഈ ഒരു അപ്ഡേഷനിൽ കൂടുതലാണ്. ഏറ്റവും ആദ്യം വന്ന ഫീച്ചർ നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ നേരെ സെറ്റിങ്സിൽ പോകുമ്പോൾ ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസിൽ സിറി ആൻഡ് ആപ്പിൾ ഇൻ്റലിജൻസിൽ പുതിയ ഒരു ഓപ്ഷൻസ് ഒന്നുണ്ടാവും. അതാണ് കുറേയധികം പുതിയ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. നമുക്ക് ലോക്കൽ ലാംഗ്വേജ് ആയിട്ട് മലേഷ്യനും നമ്മുടെ ഇന്ത്യയിലും ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ബീറ്റ യൂസേഴ്സിന് ഇനി മുതൽ ആപ്പിൾ ഇൻ്റലിജൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ലാതെ ഇന്ത്യൻ ലാംഗ്വേജ് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് നമുക്ക് കുറച്ച് നാൾക്ക് മുമ്പ് ആപ്പിൾ ഒന്ന് ടെമ്പറലി ക്ലോസ് ചെയ്ത പ്രയോറിറ്റൈസ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനും ആപ്പിൾ ഇപ്പോൾ തിരിച്ചുകൊണ്ടുവന്നുണ്ട്. അത് കുറച്ചും കൂടെ മോർ കൺവീനിയൻറ്റും അതേപോലെ പ്രിസൈസുമായിട്ടാണ് ആപ്പിൾ ഈ ഒരു വട്ടം iOS 18.4 ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നീട് അടുത്ത വന്ന ഫീച്ചറാണ് നമ്മുടെ കീബോർഡിൽ വന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി മുതൽ ആപ്പിൾ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്ന ഡിവൈസുകൾക്ക് ഇവിടെ ജെൻമോജിയുടെ ഒരു ലാർജ് ഐക്കൺ വന്നിട്ടുണ്ടാവും. മേ ബി ആ ഒരു ലാർജ് ഐക്കൺ വരുന്നതുകൊണ്ട് തന്നെ ജെൻമോജിയുടെ യൂസേജ് കുറച്ചും കൂടെ കൂട്ടാൻ വേണ്ടിയും ആ ഒരു മെസ്സേജിങ് എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ആപ്പിൾ ഇവിടെ ഒരു വലിയ ഒരു ലാർജ് ഐക്കണായിട്ട് ഇപ്പോൾ ജെൻമോജിനെ മാറ്റിയിരിക്കുന്നത്. അടുത്ത വന്നിരിക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ കൺട്രോൾ സെൻറ്ററിൽ കുറേയധികം പുതിയ ഫീച്ചേഴ്സാണ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മുടെ കൺട്രോൾ സെൻറ്റർ എടുക്കാം. ഇവിടെ ഒരു പുതിയ കൺട്രോൾ സെൻറ്ററിൻ്റെ ഓപ്ഷൻ നമുക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിക്കാം, ആഡ് എ കൺട്രോൾ എന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ 4 പുതിയ ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഇറ്റ്സ് കോൾഡ് ആംബിയൻറ്റ് മ്യൂസിക്. നമുക്ക് സ്ലീപ്പ് ആഡ് ചെയ്യാം, അതിനുശേഷം ഒരു പ്രൊഡക്ടിവിറ്റി ആഡ് ചെയ്യാം. ഈ രണ്ടെണ്ണം നമ്മൾ ആഡ് ചെയ്തു. ഇനി ഈ ഒരു ആംബിയൻ മ്യൂസിക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ആംബിയൻ മ്യൂസിക് ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ ആംബിയൻ മ്യൂസിക് നോക്കുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ ആ ഒരു പാട്ട് പ്ലേ ആവുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന ആംബിയൻ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നുണ്ട്. സൗണ്ട് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കുറക്കാം. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആപ്പിൾ മ്യൂസിക് സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്ത കൂട്ടുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ ആപ്പ് സ്വിച്ചർ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ചും ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഈ പറഞ്ഞ ആപ്പ് സ്വിച്ചേഴ്സിൽ അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ആംബിയൻ മ്യൂസിക് എടുത്തു. ജസ്റ്റ് ആപ്പ് സ്വിച്ചറിലേക്ക് പോകുമ്പോൾ ഇവിടെ ആംബിയൻ മ്യൂസിക് എന്നാണ് കാണിക്കുന്നത്. ആപ്പിൾ മ്യൂസിക്കിന് പകരം ആംബിയൻ മ്യൂസിക്. അതിനുശേഷം ഞാൻ ആപ്പിൾ മ്യൂസിക് പ്ലെയർ എടുക്കുമ്പോൾ ഇവിടെ യാതൊന്നും എൻ്റെ ആപ്പിൾ മ്യൂസിക് സബ്സ്ക്രിപ്ഷനോ അല്ലെങ്കിൽ അതിൻ്റെ അൽഗോരിതത്തിനോ ആപ്പിനോ യാതൊരു കാര്യവും മാറിയിട്ടില്ല. എൻ്റെ ആപ്പിൾ മ്യൂസിക്കിൽ അതേപോലെ സെയിം ഞാൻ എടുത്തു വെച്ച പാട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഈ പറഞ്ഞ പ്രൊഡക്ടിവിറ്റിയിലെ ആ ട്രാക്കും ഇങ്ങനെ റണ്ണാവുന്നുണ്ട്. സോ ഇതിന് നിങ്ങൾക്ക് ആപ്പിൾ മ്യൂസിക് സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് എല്ലാ കൂട്ടർക്കും അവരുടെ ആ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു മൂഡ് അനുസരിച്ച് ഈ പറഞ്ഞ ആംബിയൻ മ്യൂസിക് കുറച്ചും കൂടെ യൂസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം കൺട്രോൾ സെൻറ്ററിൻ്റെ ആ ഒരു ഓപ്ഷൻ നമുക്ക് മെമ്മറി ഇപ്പോൾ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു സ്റ്റോപ്പ് വാച്ച് അല്ലെങ്കിൽ ഈ ഒരു അലാറം ആഡ് ചെയ്തു.
അതിനുശേഷം ഞാനവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ എവിടെയാണോ നിർത്തിയത് അവിടെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നേരത്തെ ഉണ്ട iOS-ൽ അങ്ങനെയല്ല. ജസ്റ്റ് നമുക്കൊരു പുതിയ കൺട്രോൾ ആഡ് ചെയ്യാം. ആഡ് കൺട്രോൾ കൊടുത്തു. ഞാൻ ഇതേപോലെ സെയിം ഒരു അലാറം ആഡ് ചെയ്തു. അതിനുശേഷം ഞാൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ആ ഒരു ഇമോജി അല്ലെങ്കിൽ ആ പറഞ്ഞ കൺട്രോൾ സെൻറ്റർ എവിടെയാണോ അവിടെ തന്നെ പിന്നെയും വന്നിട്ടുണ്ട്. ഞാൻ അതേപോലെ താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്തെത്തിയാൽ മാത്രമാണ് ഈ പറഞ്ഞ ക്ലോക്കുകൾ എനിക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, ഞാനിപ്പോൾ ഏറ്റവും താഴത്തേക്ക് പോയി ഇവിടെ ഞാൻ ഈ പറയുന്ന ഈ ഒരു റെഡ്യൂസ് വൈറ്റ് പോയിന്റ് ഞാൻ ക്ലിക്ക് ചെയ്തു. ഇവിടെയും ഞാൻ ആ സെയിം ഒരു ഓപ്ഷൻ എടുത്തു. കൺട്രോൾ സെൻറ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് നേരത്തെ ഞാൻ എവിടെയാണ് ലെഫ്റ്റ് ഓഫ് ചെയ്തത് അവിടെ തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു 18.3.1-ൽ ഞാൻ ആദ്യം തൊട്ട് പിന്നെയും സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴത്തേക്ക് പോകണം. ആ ഒരു കുഴപ്പം ഇപ്പോൾ നമ്മുടെ iOS 18.4-ൽ ആപ്പിൾ മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങൾ ഈ പറയുന്ന കൺട്രോൾ സെൻറ്ററിൽ തന്നെ ഈ ഒരു മ്യൂസിക്കിൻ്റെയും ബ്രൈറ്റ്നസിൻ്റെയും വിജിറ്റിൽ നിങ്ങൾക്ക് കുറച്ചധികം മാറ്റങ്ങളും കാണാൻ പറ്റും. മ്യൂസിക്കിൻ്റെ ഇരുവോളി ഞാൻ കുറക്കുമ്പോൾ ഇവിടെ ഒരു വൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ iOS 18.3-ൽ നമുക്ക് കിട്ടുന്നത് അതൊരു ബ്ലൂ ഷെയ്ഡിൽ തന്നെയാണ് അത് തിരിച്ചു വരുന്നത്. ആൻഡ് ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിലും ആ ഒരു സെയിം കാര്യം തന്നെയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ആ ഒരു ചെറിയ മാറ്റവും ഈ പറഞ്ഞ കൺട്രോൾ സെൻറ്ററിൽ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് ഇനി മുതൽ നിങ്ങളുടെ ടൈം ടു ടൈം അപ്ഡേഷൻ ഈ പറഞ്ഞ സെല്ലുലാറിനും വൈഫൈയിലും കാണിക്കുന്നുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ സെല്ലുലർ കണക്ടിവിറ്റിയുടെ ആ റേഞ്ച് ടൈം ടു ടൈം അല്ലെങ്കിൽ റിയൽ ടൈം ആയിട്ട് തന്നെയാണ് അപ്ഡേറ്റ് ആവുന്നത്. ഈ ഒരു റേഞ്ച് തന്നെയായിരിക്കും എനിക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഫുൾ റേഞ്ച് എനിക്കില്ല. ആ ഒരു സെയിം കാര്യം തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇപ്പോൾ 2 കട്ടയായിട്ടുണ്ട്. ആ 2 കട്ടയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ റിയൽ ടൈം ചേഞ്ച് നിങ്ങൾ ഐഫോണിലും നിങ്ങൾക്ക് ഇനി മുതൽ കാണാൻ പറ്റും. അടുത്ത വന്ന മാറ്റം നമ്മുടെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ സിറിയിലാണ് നമുക്കൊരു പുതിയ മാറ്റം വന്നിരിക്കുന്നത്. സിറി വോയിസിൽ ഇനി മുതൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയാണ് ചൂസ് ചെയ്യണമെങ്കിൽ 2-ന് പകരം 4 വോയിസ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും. ഓസ്ട്രേലിയ എടുക്കാം. As the stars begin to shine through the clear night. 4 വോയിസുകൾ ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സിറി വോയിസും കുറച്ചും കൂടെ ബെറ്റർ ആക്കാനും ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു സൗണ്ടിലേക്ക് മാറ്റാനുള്ള ഓപ്ഷനും ഈ ഒരു അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു അപ്ഡേറ്റിൽ ഇപ്പോഴും വരാത്ത കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമതാണ് ഈ പറയുന്ന ഒരു പുതിയ മോഡൽ സിറി എന്ന് പറയുന്നത്. വിച്ച് മീൻസ് നമ്മുടെ പേഴ്സണൽ കോണ്ടെക്സ്റ്റും ബാക്കി കാര്യങ്ങളും മനസ്സിലാക്കുകയും കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സിറി നമുക്ക് വരുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഈ ഒരു അപ്ഡേറ്റിലും നമുക്ക് ആ ഒരു സിറി മോഡൽ വന്നിട്ടില്ല. ചിലപ്പോൾ ആപ്പിൾ പറഞ്ഞായിരുന്നു അതൊരു ഡിലേ ഉള്ളതുകൊണ്ട് iOS 18.5-ലേക്ക് മാറുമെന്ന്. പക്ഷേ ആ ഒരു സിറിയുടെ ഓപ്ഷൻ എന്തെങ്കിലും കുറച്ചധികം ഓപ്ഷൻസ് ഈ പറഞ്ഞ അപ്ഡേറ്റിൽ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് ഇതിലും നമുക്ക് വിഷ്വൽ ഇൻ്റലിജൻസിൻ്റെ ആ ഒരു ബീറ്റ ഓപ്ഷൻസ് ഒന്നും വന്നിട്ടില്ല. നമ്മൾ iPhone 16e-ൽ ഈ പറഞ്ഞ ആക്ഷൻ ബട്ടൺ ട്രിഗർ ചെയ്തുകൊണ്ട് വിഷ്വൽ ഇൻ്റലിജൻസ് ഓൺ ചെയ്യുന്ന ഒരു ഓപ്ഷൻ കണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 15 Pro ഓർ ലേറ്റർ ഡിവൈസുകൾക്കും ഈ പറഞ്ഞ വിഷ്വൽ ഇൻ്റലിജൻസ് വരുന്നുണ്ട്. അത് കൺട്രോൾ സെൻറ്ററിൽ ഒരു ഡയറക്റ്റ് ഓപ്ഷനായിട്ടും അതോടൊപ്പം നമ്മുടെ ആക്ഷൻ ബട്ടൺ ട്രിഗർ ചെയ്യുമ്പോഴും ഈ പറഞ്ഞ വിഷ്വൽ ഇൻ്റലിജൻസ് നമുക്ക് ഓണായി വരും. ആ ഒരു ഓപ്ഷൻ ഈ ഒരു അപ്ഡേഷനിൽ വന്നിട്ടില്ല. ആൻഡ് അതോടൊപ്പം തന്നെ വിഷൻ പ്രോ യൂസ് ചെയ്യുന്ന കൂട്ടർക്ക് ആപ്പിൾ വിഷൻ പ്രോൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് ആപ്പ് അല്ലെങ്കിൽ സ്റ്റാൻഡ് അലോൺ ആപ്പ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ യൂസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു ആപ്പിൾ വാച്ച് യൂസർ ആണെങ്കിൽ നിങ്ങൾക്കറിയാം ആപ്പിൾ വാച്ചിൻ്റെ എല്ലാ കൺട്രോൾസും ബാക്കി കാര്യങ്ങളും ഈ പറഞ്ഞ സെയിം ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ വിഷൻ പ്രോയുടെ എല്ലാ ഡെഡിക്കേറ്റഡ് കാര്യങ്ങളും നിങ്ങൾക്ക് ഇനി മുതൽ ആ ഒരു വിഷൻ പ്രോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ തന്നെ ചെയ്യാൻ പറ്റും. ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് കുറേയധികം ബഗ്ഗുകൾ വന്നിട്ടുണ്ട്. യെസ്, ഇതൊരു ബേറ്റ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് കുറേയധികം ബഗ്ഗുകൾ എന്തായാലും വരുന്നതായിരിക്കും. നമ്മുടെ iOS 18.4-ൻ്റെ ബേറ്റാസിൻ്റെ ആ ഒരു ബഗ് നോക്കാം. ഇവിടെ കുറേയധികം പുതിയ ഓപ്ഷൻസും അതോടൊപ്പം കുറേയധികം നോൺ ഇഷ്യൂസും നമുക്ക് കാണാം. ഇവിടെ ആപ്പിൾ ഇൻ്റലിജൻസിൽ നോൺ ഇഷ്യൂസ് ഉണ്ട്. അതേപോലെ കുറേയധികം സിറിയിൽ നോൺ ഇഷ്യൂസ് ഉണ്ട്. നോട്ടിഫിക്കേഷൻസിൽ ഒരു റിസോൾവ് ഇഷ്യൂ ഉണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരേ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഏറ്റവും താഴത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വൈഫൈ കോളിംഗ് എന്ന ഓപ്ഷനിൽ ഒരു വലിയൊരു ബഗ് കാണിക്കുന്നുണ്ട്. ഇത് US സെല്ലർ കസ്റ്റമേഴ്സിന് മാത്രമാണ് ഈ ഒരു ഇഷ്യൂ വന്നിരിക്കുന്നത്. ഇവിടെ ആപ്പിൾ വേറൊരു വർക്ക് അറൗണ്ടും കൊടുത്തിട്ടുണ്ട്. റിവേർട്ട് ടു iOS 18.3 ടു എനേബിൾ വൈഫൈ കോളിംഗ് എന്ന്. ഈ പറഞ്ഞ വൈഫൈ കോളിംഗ് ഇന്ത്യൻസിനെക്കാട്ടും കൂടുതൽ അമേരിക്കൻസ് യൂസ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വൈഫൈ കോളിൻ്റെ ഇഷ്യൂസ് വരികയാണെങ്കിൽ
ഈ പറഞ്ഞ iOS 18.3യിലേക്ക് റിവേർട്ട് ബാക്ക് ചെയ്യാനായിട്ട് ആപ്പിൾ തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ കുറേയധികം ബഗ്ഗുകൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ബേറ്റയിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അഫ്കോഴ്സ് ഇതൊരു ബേറ്റ ആണെങ്കിൽ ബഗ്ഗുകളുടെ ഒരു കൂമ്പാരം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ബഗ്ഗിൻ്റെ ബേറ്റ ആപ്പിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫീഡ്ബാക്ക് ആപ്പിൽ കാണിക്കാത്ത ബഗ്ഗുകളും ചിലപ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ എന്തായാലും ഈ പറഞ്ഞ ഫീഡ്ബാക്ക് ആപ്പിൽ കയറി അവർക്ക് ഫീഡ്ബാക്ക് ചെയ്യണമെന്ന് ഞാൻ എന്തായാലും പറയാറുണ്ട്. സോ അങ്ങനെ ചെയ്താൽ മാത്രമാണ് പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ ആപ്പിളിന് അത് മാക്സിമം റിസോൾവ് ചെയ്യാനും പറ്റുകയുള്ളൂ. ഈ ഒരു അപ്ഡേറ്റിന് ശേഷമുള്ള പെർഫോമൻസ് എന്ന് വെച്ചാൽ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് എനിക്ക് ലഭിക്കുന്നുണ്ട് ആസ് ഓഫ് നൗ. കാരണം എനിക്ക് ഈ ഒരു അപ്ഡേഷനിൽ എന്തൊക്കെ ബഗ്ഗുകളുണ്ട്, ബാക്കി എന്തൊക്കെ പുതിയ ഫീച്ചേഴ്സ് എന്നറിയാനെങ്കിലും കുറേയധികം പുതിയ കാര്യങ്ങൾ എനിക്ക് ട്രൈ ചെയ്യണം. ഒരു 4-5 ദിവസം യൂസ് ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ആ ഒരു അപ്ഡേഷൻ ഫീച്ചേഴ്സ് എനിക്ക് മനസ്സിലാവുകയുള്ളൂ. അതോടൊപ്പം ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടോ എന്ന് വെച്ചാൽ എൻ്റെ ഡിവൈസ് ഇത്രയും നേരം ഷൂട്ട് ചെയ്തിട്ടും വലിയ ഒരു ചൂട് ഫീൽ ചെയ്യുന്നില്ല. ഒരു നോർമൽ കണ്ടീഷനിൽ തന്നെയാണ് ഈ ഒരു ഡിവൈസ് ഇപ്പോൾ നിൽക്കുന്നത്. iOS 18.4ൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷനും അതേപോലെ ബേറ്റാസും എന്നായിരിക്കും വെച്ചാൽ ആദ്യമായിട്ടാണ് എൻ്റെ അറിവിൽ ആപ്പിൾ ഇതേപോലെ ഫ്രൈഡേ രാത്രി 11:30 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ ബേറ്റ കൊണ്ടുവരുന്നത്. സോ നമുക്കിത് സാറ്റർഡേ ആണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ആപ്പിൾ ഒരു പുതിയ അപ്ഡേഷനോ ബേറ്റയോ കൊണ്ടുവരികയാണെങ്കിൽ ഒരു വലിയൊരു ഗ്യാപ്പ് മിക്കവാറും വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു മാർച്ചിൻ്റെ ഈ പറയുന്ന ഫസ്റ്റ് വീക്ക് സ്റ്റാർട്ടിങ് ഒരു 3-4 അല്ലെങ്കിൽ ഈ പറഞ്ഞ 10-11 ആയിരിക്കും വരാനുള്ള ചാൻസ്. നമ്മുടെ എല്ലാ പ്രൊഡക്ഷൻസും മാറ്റിക്കൊണ്ടാണ് ആപ്പിൾ ഇപ്പോൾ ഓരോ ദിവസവും അപ്ഡേറ്റ് റിലീസ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു മന്തിൽ നമ്മൾ ഈ പറയുന്ന സെക്കൻഡ് വീക്ക് തേർഡ് വീക്കിൽ തന്നെ വരുമെന്ന് കരുതിയ ബേറ്റയാണ് ഇത്രയും നാൾ നമ്മൾ കാണാത്ത ഒരു ഫ്രൈഡേ അപ്ഡേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സാറ്റർഡേ ബേറ്റ അപ്ഡേറ്റ് ആയിട്ട് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഈ പറയുന്നതെല്ലാം ഒരു പ്രിഡിക്ഷൻ മാത്രമാണ്. ഈ ഒരു ബേറ്റ സൈക്കിൾ കറക്റ്റായിട്ട് കൊണ്ടുപോകുമെന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. ആൻഡ് iOS 18.4ൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ ഏപ്രിലായിരിക്കും. ഈ ഒരു അപ്ഡേഷനിലായിരിക്കും EUവിൽ നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ കുറേയധികം ഓപ്ഷൻസും നമുക്ക് iOS 18.4ൽ ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 18.4ൻ്റെ ബേറ്റ 1ൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി അതേപോലെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലുള്ള പുതിയ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. This is Vipin Xavier signing from Evica.